ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ ആസിൻ. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അൺബോക്സിംഗ് വിത്ത് റിവ്യൂ ആണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബോട്ട് എയർഡോപ്സ് ആറ്റം 81 എന്ന് പറയുന്ന മോഡൽ എയർഡോപ്സ് ആണ് ഗൈസ്. അപ്പോൾ ആ ഒരു എയർഡോപ്സിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു എയർഡോപ്സിന്റെ മൈക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ഗെയിമിംഗ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിക്കാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗൈസ്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ചെറിയൊരു സൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഗൈസ്, ഇപ്പം ഈ ഒരു ബോക്സിന്റെ കട്ടി അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്നൊക്കെ പറയുന്നത് തീരെ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്, വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഡെലിവറി ടൈമിന് വല്ലതും വന്ന മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഈ ഒരു ബോക്സ് കണ്ടിട്ട്. പിന്നെ ഇതിൽ ഈ ഒരു എയർഡോപ്സിന്റെ ഫീച്ചറും കാര്യങ്ങളെല്ലാം ഇതിൽ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള 2-3 ഫീച്ചർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏകദേശം അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതും ഈ ഒരു ബോക്സിൽ വരുന്ന പേപ്പർ വർക്കും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സിൽ യൂസർ മാനുവൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ബോട്ടിന്റെ പ്രൊഡക്റ്റ് ഇതുപോലെ ഈ ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തേക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും പിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു കാർഡ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് FAQ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എയർഡോപ്സിൽ എന്തെങ്കിലും ഇഷ്യൂയോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതായത് ഒരു സൈഡ് വർക്ക് ചെയ്യാതെ, അതായത് എയർഡോപ്സിൻ്റെ ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്യാതെ, അതുപോലെ തന്നെ മൈക്കിൽ എന്തെങ്കിലും ഇഷ്യൂ, അതായത് മൈക്ക് വർക്ക് ചെയ്യാതെ വരിക, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻസ് ഉള്ള ഒരു കാർഡാണ് ഈ പറയുന്ന FAQ കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. 1 year വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് USB to Type-C ചാർജർ വരുന്നുണ്ട്. USB to Type-C എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഗൈസ്, ഇപ്പോൾ ഈ ഒരു ബോക്സിൽ ഫൈനലി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ എയർഡോപ്സ് ആണ്. എയർഡോപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജിങ് കേസിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ബഡ്സ് ഇട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കവറിൽ റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിച്ചത്. അതായത് നമ്മുടെ ആപ്പിൾ എയർഡോപ്സിൻ്റെ ഒക്കെ ഒരു മുകളിലുള്ള ഒരു റാപ്പിംഗ് പോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ചെറിയൊരു റാപ്പിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ റാപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പാക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു എയർഡോപ്സിൽ നമുക്ക് ലഭിച്ചത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഒരു എയർഡോപ്സിന്റെ ചാർജിങ് കേസിലോട്ട് വരാം. ചാർജിങ് കേസിലോട്ട് വരുമ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗൈസ്, അപ്പം 2 കളറിൽ ഇത് അവൈലബിൾ ആണ്. നമ്മളിത് പർച്ചേസ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഓപ്പാൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണിത്. നമുക്ക് വേറൊരു വൈറ്റ് കളറും ഇത് അവൈലബിൾ ആണ്. നമ്മളിപ്പം ഈ ഒരു ബ്ലാക്ക് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ഗൈസ്, ഇതിൽ ഫ്രണ്ട് സൈഡിലായിട്ട് ബോട്ട് എന്ന് പറഞ്ഞ നെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഗ്ലോസി ഫിനിഷ് ആണ്. അതായത് നല്ല ഒരു ഗ്ലോസി ടൈപ്പ് ഫിനിഷിങ്ങിലാണ് ഇവർ ഇത് മെയ്ഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതൊരു നെഗറ്റീവ് അതിൽ പറയാനായിട്ടുള്ളത്, ഈ ഒരു ബോക്സ് നമ്മൾ ഏതൊരു സർഫേസിൽ വെച്ചാലും ഇത് സ്ക്രാച്ച് വരും, നല്ല രീതിയിൽ സ്ക്രാച്ച് വരും. മാത്രമല്ല ഈ ഒരു ഗ്ലോസി ഫിനിഷ് നല്ല രീതിയിൽ സ്ക്രാച്ച് എടുത്ത് കാണിക്കുന്ന ഒരു ഇതും എനിക്ക് ഈ ഒരു മെറ്റീരിയലിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഡൗൺ സൈഡിലായിട്ട് USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ബോട്ടെന്ന് നെയിം ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ബേസിക്കലി ഒരു LED ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ കാണത്തൊന്നും, ഇതിനകത്ത് ചെറിയൊരു ഹോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് LED ഇൻഡിക്കേറ്റർ ഇതിലുണ്ടെന്നുള്ളത് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. ബേസിക്കലി ഒരു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ലിഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ലിഡാണ്. അതായത് നല്ല ലൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫിംഗർ കൊണ്ട് നമുക്കിങ്ങനെ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു ഇതാണ്. പക്ഷേ ഇതിൽ പറയാനായിട്ട് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ലിഡിന് ചെറിയൊരു ഇളക്കം പോലെ ഉണ്ട്.
അതിപ്പോൾ അതൊരു ക്വാളിറ്റി ഒരു കുറവാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ലിഡിന് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ആ ഒരു അതിപ്പോൾ ആ ഒരു ലിഡിൻ്റെ ഒരു ഇളക്കം തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്വാളിറ്റി പോരാ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ഒരു ബഡ്സ് നോക്കുമ്പോഴത്തേക്കും ഹാഫ് ഇൻ ഇയർ ടൈപ്പാണ്. അതായത് നമ്മൾ ആപ്പിൾ എയർഡോപ്സിലൊക്കെ കാണുന്ന പോലെ ചെവിയിൽ ഫുള്ളായിട്ട് അകത്തോട്ട് കയറാത്ത രീതിയിലുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു എയർഡോപ്സ് എന്ന് പറയുന്നത്. ഗൈസ് ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈഡിൽ വരുന്നത് ഒരു മാറ്റ് ഫിനിഷ് ടൈപ്പാണ്. അത് നല്ല ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷ്ഡ് മെറ്റീരിയലാണ് ഇതിൽ മേഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ചെവിയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവർ ഗ്ലോസി ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഗൈസ് ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവർ ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൻ്റെ ലോഗോയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചെവിയുടെ അകത്തോട്ട് കയറിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തും ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഒരു എയർഡോപ്സിൽ ഒരു സൈഡിൽ 2 മൈക്ക് വീതം, ടോട്ടൽ 2 സൈഡിലും 4 മൈക്ക് ഈ ഒരു എയർഡോപ്സിൽ അവൈലബിൾ ആണ്. ഗൈസ് അപ്പം ഇതിന് പറയുന്നത് ക്വാഡ് മൈക്ക് സിസ്റ്റം എന്നാണ്. പിന്നെ ഗൈസ് ഇതിൽ താഴെയായിട്ട് ചാർജിങ്ങിൻ്റെ 2 പിന്ന് കാണുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഈ ഒരു എയർഡോപ്സിൻ്റെ ഫീച്ചേഴ്സിലുണ്ടെന്ന് പറയുന്നത് 13mm ഡ്രൈവറാണ് അവർ ഈ ഒരു എയർഡോപ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് IWP ടെക്നോളജി ഉണ്ട്, അതായത് ഇൻസ്റ്റാ വേക്ക് ആൻഡ് ബെയർ ടെക്നോളജി. അതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ബഡ്സ് നമുക്ക് കണക്റ്റ് ആവുന്നതാണ്. നമ്മൾ ആ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു IWP ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബോട്ട് ആ ഒരു ഫീച്ചറിനെ വിളിക്കുന്നതാണ് IWP ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാക്സിമം നമുക്ക് നല്ലൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്താലും നമുക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് IPX5 സ്വെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് സാധാരണ എല്ലാ ഡിവൈസിലും ഉള്ളതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വർക്കൗട്ടിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം സ്വിറ്റും കാര്യങ്ങളൊക്കെ തട്ടിയാൽ സീനൊന്നുമില്ലെന്നാണ് കമ്പനി പറയുന്നത്. എന്നും പറഞ്ഞ് നിങ്ങൾ ഈ ഒരു സാധനം വെള്ളത്തിൽ കൊണ്ട് മുക്കുക അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനും കാര്യങ്ങൾക്കും സാധനം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ബോക്സിന്റെ ബാക്ക് സൈഡിലായിട്ട് 5 minutes = 60 minutes എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബഡ്സിൽ യൂസ് ചെയ്ത് ഫുൾ ചാർജ് ഇറങ്ങിപ്പോയതിനു ശേഷം 0% ആയതിനു ശേഷം നിങ്ങൾ ഈ ഒരു ബോക്സിൽ, അതായത് ചാർജിങ് കേസിൽ നിങ്ങൾ വെറും 5 minute ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 minute നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് 1 മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 5 minute ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഈ ഒരു ബഡ്സ് ജസ്റ്റ് ഫസ്റ്റ് ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു 5 minutes = 60 minutes എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ 3 ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ക്വാഡ് മൈക്ക് സിസ്റ്റമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എയർഡോപ്സിൻ്റെ സൈഡിൽ 2 മൈക്കുണ്ട്. അതായത് ഇവിടെ ഒരു മൈക്കുണ്ട്, ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു മൈക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാർജിങ്ങിൻ്റെ ആ കണക്ടറിൻ്റെ അവിടെ ആയിട്ടും ഒരു മൈക്ക് വരുന്നുണ്ട്. അതേസമയം ടോട്ടൽ ഒരു സൈഡിൽ 2 മൈക്ക് വീതം, ടോട്ടൽ 4 മൈക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് 50 Hz പ്ലേ ടൈം ഉണ്ട്. അതായത് ഈ ഒരു ബോക്സിൽ നമുക്ക് ഈ ഒരു ബോക്സ്, അതായത് ഈ ഒരു ചാർജിങ് കേസ് ഫുൾ ചാർജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 മണിക്കൂർ ടോട്ടൽ യൂസ് ചെയ്യാനായിട്ടുള്ള ചാർജ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൽ ബീസ്റ്റ് മോഡുണ്ട്. ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഗെയിമിംഗ് മോഡ്. സാധാരണ നമ്മൾ ഗെയിമിംഗ് മോഡ് എന്ന് പറയുന്ന മോഡ്, അതായത് 50 ms ബീസ്റ്റ് മോഡാണ് ഇവരിതിൽ കൊടുത്തിട്ടുള്ളത്. 50 ms നമുക്ക് ലോ ലൈറ്റൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബീസ്റ്റ് മോഡിൻ്റെ ടെസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഇതിലുള്ള ഒരു ഫീച്ചറാണ് ENC എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പം അതെന്ന് പറയുന്നത് ഒരുവിധം ഇപ്പോൾ എല്ലാ ബഡ്സിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ
ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ കട്ട് ചെയ്ത് നമ്മുടെ ഒരു വോയിസ് മാത്രം നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ ENC എന്ന് പറയുന്നത്. അപ്പോൾ അത് കോഡിങ്ങിനും അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിങ്ങിനും അതുപോലെ വോയിസ് റെക്കോർഡിങ്ങിനും ഇതിലെല്ലാം ഈ ഒരു സംഭവം ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതാണ് ഈ ഒരു ENC എന്ന് പറയുന്ന ഫീച്ചർ. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഒരു ബഡ്സിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ടച്ചാണ് വരുന്നത്, ടച്ച് ജസ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ടച്ച് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ ഈ ഒരു ലോഗോയ്ക്കും അതുപോലെ തന്നെ മേളിലുള്ള ആ ഒരു LED ഇൻഡിക്കേറ്ററിന് ഇടയ്ക്കുള്ള ഒരു പോർഷനിലാണ് ഇതിൽ ജസ്റ്റേഴ്സ് വരുന്നതെന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ബഡ്സിൻ്റെ ബേസിക് ടച്ച് കൺട്രോൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബഡ്സിൽ നിങ്ങൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ആൻഡ് പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ട്രാക്കും നെക്സ്റ്റ് ട്രാക്കും പോകാനായിട്ട് നിങ്ങൾ റൈറ്റ് ബഡ്സിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രാക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് ബഡ്സിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ട്രാക്കും പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബഡ്സിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ 3 സെക്കൻഡ്സ് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റന്റ്, അതായത് ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സിറി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബഡ്സിൽ നിങ്ങൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൾ ആൻസർ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബഡ്സിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ എൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, അപ്പോൾ പിന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് ബീസ്റ്റ് മോഡാണ്. ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലെഫ്റ്റ് ബഡ്സിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. ലെഫ്റ്റ് ബഡ്സിൽ നിങ്ങൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെന്റും വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഗൈസ്, ഇപ്പോൾ ഈ ഒരു ബഡ്സിന്റെ വിയറിംഗ് കംഫോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെവിയിൽ ഇരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തട്ടിയാലും കാര്യങ്ങളൊന്നും താഴെ പോകുന്നില്ല. ഗൈസ്, അപ്പോൾ എൻ്റെ ചെവിയിൽ ഇത് നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്സ് മേഡ് ചെയ്തേക്കുന്നത് ഒരു ആംഗിൾ ഷേപ്പിലാണ്. അതായത് ഈ ചെവിയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന ഈ ഒരു ഭാഗം മുതൽ സ്റ്റെമ്മിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെരിഞ്ഞിട്ടാണ് ഈ ഒരു ബഡ്സ് മേഡ് ചെയ്തേക്കുന്നത്. ഗൈസ്, അപ്പം എൻ്റെ ചെവിയിൽ ഇത് നല്ലപോലെ ഫിറ്റ് ആവുന്നുണ്ടെങ്കിലും നിങ്ങളത് വാങ്ങിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കത് തീരെ കംഫർട്ട് അല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെവിയുടെ ഈ ഒരു സൈസിൽ ഡിഫറൻസ് വരുന്നതനുസരിച്ചായിരിക്കും അത് കംഫോർട്ട് വരുന്നത്, ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ. ഗൈസ്, അപ്പം നമ്മൾ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്ന ബഡ്സിൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു മൈക്ക് ക്വാളിറ്റിയും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബഡ്സ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പം നമുക്ക് ഇനി ഈ ഒരു പ്രൊഡക്റ്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. പ്രോസ് ആൻഡ് കോൺസ് എന്നൊക്കെ പറയും. ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ഫീൽ ചെയ്തത്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ഫീൽ ചെയ്തത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഗൈസ്, ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് ഇതിൽ സാധാരണ കമ്പാരിറ്റീവ്ലി അനദർ ഒരു ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർബഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ഇതിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാസും കാര്യങ്ങളും എല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ട്രിബിളാണ് ഇതിൽ നന്നായിട്ട് മെയിനായിട്ടും ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് രണ്ടാമതായിട്ട് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്. ഇതിന്റെ മൈക്ക് ക്വാളിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാഡ് മൈക്ക് സിസ്റ്റം ആണ് ഇതിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ 2 മൈക്ക് വീതം ടോട്ടൽ 4 മൈക്ക് ഈ ഒരു ബഡ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു 4 മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ചാർജിങ് കേസ് വരുന്നത് ഗ്ലോസി ടൈപ്പാണ്, ഗ്ലോസി ഫിനിഷോട് കൂടിയാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ചാർജിങ് കേസിന് ഇടാനായിട്ട് നമ്മൾ വേറൊരു സിലിക്കൺ കേസും കാര്യങ്ങളെല്ലാം മേടിച്ച് യൂസ് ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് തോന്നി. അതാണ് ഇതിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷ് ടൈപ്പ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നത് 1100 രൂപയ്ക്കാണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്തത് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞു. നമ്മൾ ഈ ഒരു 3 മാസമായിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അതായത് ഏപ്രിൽ 3-ാം തീയതി ഈ ഒരു പ്രൊഡക്റ്റിന്റെ അറ്റ് എ ടൈം, അതായത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആമസോണിൽ 1299 രൂപയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1500 രൂപയാണ് കാണിക്കുന്നത്.
ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കണ്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം, കമന്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് 3 കളർ വേരിയന്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് 2 കളർ വേരിയന്റ് ഉള്ളതാണ്. നമ്മൾ അന്ന് നോക്കിയ ഒരു ടൈമിൽ ഈ ഒരു പ്രൊഡക്റ്റ് 2 കളർ വേരിയന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു 3 കളർ വേരിയന്റ് കാണുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞാലും നമ്മൾ ഓപ്പാൾ ബ്ലാക്കും അതുപോലെ തന്നെ പേൾ വൈറ്റ് കളറുമാണ്, ആ ഒരു 2 കളറിൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എയറോ ബ്ലൂ എന്ന് പറഞ്ഞ മറ്റൊരു കളറിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഈ ഒരു 3 കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയിൽ വരുത്തേണ്ട ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ യാസീൻ, വൈബർ സൈനിങ് ഔട്ട്.